നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52 റിവ്യൂ ആണ്. ആദ്യം തന്നെ മോർണിംഗ് ആക്ടിവിറ്റി. സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ചെല്ലപ്പേര് കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആദ്യം ജിൻഡോയാണ് വരുന്നത്. ജിൻഡോ സിജോയ്ക്ക് തീപ്പെട്ടിക്കൊള്ളി എന്ന് പേരിടുന്നു. കാരണം കാട്ടുതീയാണെന്ന് പറഞ്ഞിട്ട് സിജോ വന്നു, പക്ഷേ എനിക്കിതൊരു തീപ്പെട്ടിക്കൊള്ളിയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ തീപ്പെട്ടിക്കൊള്ളി എന്ന് പറയുന്നു. നോറ വന്നിട്ട് ശ്രീരേഖനെ പറയുന്നു. ശ്രീരേഖ ചേച്ചി വയൽക്കാട് വന്നതിന് ശേഷം സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമുണ്ട്, അതുകൊണ്ട് ഓന്ത് ചേച്ചി എന്ന് വിളിക്കുന്നു. സിജോ വന്നിട്ട് നോറേനെ കരച്ചിൽ റാണി എന്നാണ് പറയണേ. കാരണം നോറേൻ്റെ കരച്ചിൽ ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രേക്ഷകരോട് കരഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് പോകുമെന്ന് നോറയ്ക്കറിയാം. അതുകൊണ്ട് കരച്ചിൽ നോറേൻ്റെ ഒരു ഗെയിമാണെന്ന് സിജോ പറയുന്നു. മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ശ്രീധുവിൻ്റെ അടുത്തും ശരണ്യേൻ്റെ അടുത്തും നോറേനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. റീചാർജിങ് ടാസ്കിൽ ഋഷിയും ശരണ്യയും തമ്മിൽ വഴക്കുണ്ടാവാനുള്ള കാരണം നോറയാണ്. നോറേൻ്റെ ടീം നെസ്റ്റ് ആയിരുന്നു. ആ നെസ്റ്റിനെതിരെ അൻസിബേൻ്റെ അടുത്തും ഋഷീൻ്റെ അടുത്തും പോയിട്ട് കുറ്റം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിജോ ജിൻഡോനെയും പറയുന്നുണ്ട്. ജിൻഡോനോട് പറയാണ്, ഈ കാട്ടുതീ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിക്കുന്നത് പോലെ പെട്ടെന്ന് അങ്ങ് കത്തുന്നതല്ല, അത് പതിയെ കത്തിയ ആളി കത്തത്തുള്ളൂ. അതേപോലെ സിജോ പുറത്തു പോയ സമയത്ത് ജിൻഡോ അർജുൻ്റെ അടുത്ത് പറഞ്ഞു അത്രേ, ഇവൻ ആലപ്പുഴ ചെല്ലുമ്പോഴത്തേക്കിനും എൻ്റെ പിള്ളേർ അവന് കൊടുത്തോളൂ എന്നുള്ളത്. അപ്പം അതൊക്കെ സിജോ ഇവിടെ പറയുന്നുണ്ട്. ജാസ്മിനും വന്നിട്ട് നോറേൻ്റെ പേരാണ് പറയുന്നത്. നോറ വിക്ടിം കാർഡ് ഇറക്കുന്നു. ഈ കരച്ചിൽ നോറേൻ്റെ ഗെയിം ആണ് എന്നാണ് ജാസ്മിൻ പറയുന്നത്. അതേപോലെ ശ്രീരേഖ നോറേനെ മൊയന്ത് നോറ എന്നാണ് വിളിക്കുന്നത്. 22 വയസ്സിലൊരു ട്രോമ ഉണ്ടായിട്ട് 25ാമത്തെ വയസ്സിൽ ഇപ്പോൾ ബിഗ് ബോസിലെത്തി നിൽക്കുന്നു. എനിക്ക് ഇതേപോലെ ഒരു ട്രോമ ഉണ്ടായിട്ട് ഞാൻ 10 വർഷം എടുത്തു അതിനകത്തുനിന്ന് സർവൈവ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നോർവേ ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് മറ്റുള്ളവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് മോശം ഗെയിമാണ്. അതുകൊണ്ട് ഞാൻ മൊയന്ത് നോറ എന്ന് ശ്രീരേഖ നോറേനെ പറയുന്നു. ഗബ്രി അൻസിബേനെയാണ് പറയുന്നത്. അൻസിബേൻ്റെ ചിന്താഗതിയൊക്കെ 150 വർഷം പുറകോട്ടുള്ളതാണ്. ശരണ്യയും വന്നിട്ട് നോറേനെയാണ് പറയുന്നത്. തീപ്പെട്ടിക്കൊള്ളി നോറ, അതായത് എല്ലാവരെയും ഇങ്ങനെ കത്തിച്ച് കത്തിച്ച് വിടുന്നു എന്നുള്ളത്. ശരിക്കും സിജോൻ്റെ ഗെയിമിൽ ആദ്യം വീണത് ശ്രീരേഖയും ശരണ്യയാണെന്ന് വേണമെങ്കിൽ പറയാം. അർജുൻ വന്നിട്ട് നോറേനെയാണ് പറയുന്നത്. കാരണം നോറ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് ഉപയോഗിക്കും എന്നുള്ളത്. റസ്മിൻ ഗബ്രിയെ പറയുന്ന കള്ളൻ ഗബ്രി. ചില സമയത്ത് ഗബ്രി കള്ളനാണെന്ന് തോന്നും, ചില സമയത്ത് ഗെയിം ആണെന്ന് തോന്നും. ഏതാണ് ശരിക്കുള്ള ഗബ്രി എന്നറിയില്ല, അതുകൊണ്ട് കള്ളൻ ഗബ്രി. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നോറ നേരെ റൂമിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അതേസമയം തന്നെ അപ്സരയും ശരണ്യയും ബാത്റൂം ഏരിയയിൽ നിന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു, ഇപ്പം അതിന് പ്രൂഫ് കിട്ടി, പക്ഷെ അത് കഴിഞ്ഞു പോയ കാര്യമല്ല, അതുകൊണ്ട് അത് ഇനി എടുക്കണ്ട എന്നുള്ളത് അവർ രണ്ടുപേരും പറഞ്ഞു വിടുന്നു. ഇവിടെ അഭിഷേക് ശ്രീകുമാർ നോറേൻ്റെ അടുത്ത് പറയുന്നു, നിന്നെ ട്രിഗർ ചെയ്യുന്നതാണ് ഈ ഗെയിമിൽ വീഴരുത് എന്നുള്ളത്. അപ്പോൾ നോറ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു, എനിക്കും അറിയാം സിജോൻ്റെ ഗെയിം ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്, അത് പിടിച്ചാലേ സിജോയ്ക്ക് ഗെയിമുള്ളൂ, ഞാൻ അതിൽ വീഴൂല എന്നുള്ളത്. സിജോ വന്ന സമയത്ത് മുതൽ തന്നെ നോറേനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്നാണ് അത് കുറച്ച് പുറത്തേക്ക് വന്നത് ആ ഗെയിം. പക്ഷെ സിജോൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സിജോ ഒരുപാട് ഇങ്ങനെ വർത്താനാണ് പറയുക, നമ്മൾ ഈ ആക്ഷൻ കുറവാണ്. അപ്പം ഞാൻ പറയുന്ന സിജോ കുറച്ച് വർത്താനം ഒന്ന് കുറച്ചിട്ട് പ്രവർത്തിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ജിൻഡോയും രതീഷും കൂടെ ജയിലിൻ്റെ അടുത്ത് നിന്നിട്ട് ഭയങ്കര പാട്ട്, അതേസമയം നമ്മുടെ ശ്രീരേഖ നിന്നിട്ട് ഭയങ്കര കരച്ചിൽ. നോറേൻ്റെ വിഷയത്തിലാണ് കരയുന്നത്. അപ്പോൾ രതീഷ് വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്സരയും വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് അവൾക്ക് വിഷമായതെങ്കിൽ അവളോട് പോയി സംസാരിച്ച് അത് തീർക്കാൻ ശ്രീരേഖേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റസ്മിനും ഗബ്രിയും കൂടെ ഒരു വഴക്ക്. ഈ ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ റസ്മിനെ മുൻനിർത്തിയാണ് ഈ ഓപ്പോസിറ്റ് നിന്നിട്ട് കളിക്കുന്നത് പല കാര്യങ്ങൾക്കും. ഇവർ തമ്മിൽ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നതിൻ്റെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഇപ്പോൾ റസ്മിനാണ് രണ്ടുപേരുടെ ഇടയ്ക്ക് നിൽക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ടൂളാണ് റസ്മിൻ. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം സ്റ്റോർ റൂമിൻ്റെ ബെല്ലടിക്കുന്നത്. അപ്പം ഗബ്രി അപ്സര എന്ന് പറഞ്ഞിട്ട് അപ്സരയും ഗബ്രിയും ശ്രീതുവും കൂടെ ഓടുകയാണ് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക്. അപ്പം ക്യാപ്റ്റനായിട്ടുള്ള റസ്മിൻ അതൊരു വിഷമം, കാരണം ക്യാപ്റ്റനാണല്ലോ സ്റ്റോർ റൂമിൽ പോയിട്ട് എല്ലാ സാധനവും എടുക്കേണ്ടത്. ശ്രീതുവിൻ്റെ മൈക്ക് സ്റ്റോർ റൂമിൽ വന്നതായിരുന്നു, അങ്ങനെ ശ്രീതു പോയിട്ട് അത് എടുക്കുന്നു. അപ്പോൾ ക്യാപ്റ്റനാണ് പൊതുവേ സ്റ്റോർ റൂമിൽ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ പോയിട്ട് പിക്ക് ചെയ്യുക. ഇവരെല്ലാവരും കൂടെ ഓടിപ്പോയത് റസ്മിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗബ്രിയും റസ്മിനുമായിട്ടാണ് ആദ്യം വഴക്ക് നടക്കുന്നത്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഓടി അങ്ങോട്ട് കയറാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, അവിടെ പോയി സാധനം എടുക്കാതിരുന്നാൽ മതി, ഞങ്ങൾ സാധനം എടുത്തിട്ടില്ല, അതിനകത്തോട്ട് ഓടി പോയിട്ടേ ഉള്ളൂ. ഗബ്രിയും റസ്മിനും കുറച്ച് ദിവസമായിട്ട് കോൾഡ് വാറിലായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ഫൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. ജാസ്മിനെ പറഞ്ഞു തിരിപ്പിക്കുന്നത് റസ്മിനാണെന്നാണ് ഗബ്രി പറയുന്നത്.
അതേപോലെ ഗബ്രിയുടെ കുറ്റങ്ങൾ ജാസ്മിൻ പറയുന്നതും റസ്മിൻ്റെ അടുത്താണ്. ഇത് ഇവരുടെ ഗെയിമാണോ റിയൽ ആണോ தெரியாது. അത് കഴിഞ്ഞിട്ടാണ് ഇവർ 80കളിലെ ആൾക്കാരെ പോലെയൊക്കെ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി ഒരു ആക്ട് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു ലൈവിലും എപ്പിസോഡിലും ഒക്കെ അത് കാണാൻ. ഈ ആക്ടിലാണ് മറ്റേ നമ്മുടെ സിജോ തുമ്മിയ ചായയൊക്കെ കൊണ്ടുവന്ന് ജാസ്മിന് കൊടുക്കുന്നതും ജാസ്മിനെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ. പ്രത്യേകിച്ച് അർജുൻ, ഒരു രക്ഷയിൽ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ജിൻഡോയാണേലും അപ്സരയാണേലും നമ്മുടെ ശ്രീരേഖ ചേച്ചിയാണേലും ഒക്കെ നന്നായിട്ട് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിജോ, ഗബ്രി ഒക്കെ നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ. ആക്ച്വലി നമ്മുടെ അർജുൻ ഒരു നല്ല പെർഫോമറാണ് കേട്ടോ, നല്ല ഹ്യൂമർ സെൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ടാസ്ക്കാണ് അതിഥി ദേവോ ഭവ. അപ്പോൾ ക്യാപ്റ്റനെയും കൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയതുകൊണ്ട് 4 ടീമും ഇതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് ക്യാപ്റ്റനായിട്ടുള്ള റസ്മിൻ ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമാവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ റസ്മിൻ ടണൽ ടീമിൻ്റെ ഭാഗമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഓരോ ടീമിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് അവർക്കുള്ള പാവം കൊടുക്കുന്നുണ്ട്. ഓരോ പാവകളുടെയും പുറകിലായിട്ടൊരു ബലൂൺ കെട്ടിയിട്ടുണ്ട്, അതാണ് അവരുടെ ഹൃദയം. അപ്പോൾ ശത്രുക്കൾ അത് ആക്രമിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ അതിഥി മരിച്ചതായിട്ട് കണക്കാക്കപ്പെടും. അപ്പം മരിക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ടാസ്ക്. ബസർ കേൾക്കുന്ന സമയത്ത് എതിർ ടീമുകൾക്ക് ഓപ്പോസിറ്റ് ടീമിലുള്ള അതിഥിയെ ആക്രമിക്കാം. രണ്ടാമത്തെ ബസറിന് മുമ്പ് ആ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ടീം ഏത് ടീമിൻ്റെ പാവേൻ്റെ ബലൂണാണോ പൊട്ടുന്നത് ആ ടീം പുറത്താവും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വൻ പ്ലാനിങ് ഒക്കെ നടക്കുകയാണ്. ജിൻഡോ ടണൽ ടീമിനെയും പവർ ടീമിനെയൊക്കെ ചേർത്തിട്ട് നെസ്റ്റിനെതിരെ കളിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ടണൽ ടീമുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൂമിലിരിക്കാം, ബെഡിൻ്റെ ഉള്ളിൽ വെക്കാം, സ്യൂട്ട് കേസിൻ്റെ ഉള്ളിൽ വെക്കാം, അങ്ങനെ പലതരം പ്ലാനിങ്ങുകളാണ്. അങ്ങനെ ആദ്യം ഡെന്നും ടണലും പവർ ടീമും കൂടെ നെസ്റ്റിനെ ആദ്യം അറ്റാക്ക് ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കുന്നു. ബസർ അടിക്കുന്നു, ടാസ്ക് തുടങ്ങുന്നു. ദേണ്ട വരുന്നടാ ഗെയിം ചേഞ്ചർ നന്ദന നേരെ ഡെന്നിനെ അറ്റാക്ക് ചെയ്യാൻ. ഡെന്നാണെങ്കിൽ ജാസ്മിനും അൻസിബയും ശ്രീതുവും കൂടെ കിച്ചൺ ഏരിയയിൽ നിൽക്കുകയാണ്. അപ്പം നന്ദന നേരെ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്നു. ഇങ്ങോട്ടും ഫൈറ്റ് ആയപ്പോഴത്തേക്കിനും അപ്സര നൈസായിട്ട് വന്നിട്ട് ആ ബലൂൺ പൊട്ടിക്കുന്നു. അങ്ങനെ ആദ്യത്തെ അതിഥി കൊല്ലപ്പെടുന്നു, ഡെന്നിൻ്റെ അതിഥി കൊല്ലപ്പെടുന്നു. ഇതേ സമയം തന്നെ പുറത്ത് നെസ്റ്റ് ടീം നമ്മുടെ സ്മോക്കിംഗ് ഏരിയൻ്റെ ഉള്ളിൽ, അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ പാവനെ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജിൻഡോയും ഋഷിയും കൂടെ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അർജുൻ ജിൻഡോൻ്റെ ഷോൾഡറിൽ പിടിച്ച് തള്ളുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഋഷീൻ്റെ കഴുത്തിലും പിടിച്ച് പുറകോട്ട് തള്ളുന്നുണ്ട്. ജിൻഡോൻ്റെ ഫേസിലൊന്നും അർജുൻ പിടിച്ച് തള്ളുന്നതായിട്ട് നമുക്ക് എപ്പിസോഡിലും കാണാൻ കഴിഞ്ഞിട്ടില്ല, ലൈവിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഋഷീൻ്റെ കഴുത്തിൽ പിടിച്ചിങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കഴുത്തിലൊക്കെ പിടിച്ച് തള്ളി കഴിഞ്ഞാൽ കളി മാറും കേട്ടോ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോനെ ഇങ്ങനെ മുഖത്ത് പിടിച്ച് തള്ളുന്നതോ കഴുത്തിൽ പിടിക്കുന്നതോ ആയിട്ട് എപ്പിസോഡിലും ഇല്ല, ലൈവിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ജിൻഡോ ഈ വിഷയം അവിടെ എടുത്ത് സംസാരിച്ചത് നന്നായി. ജിൻഡോ ചിലപ്പോൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കാം ഈ ഗെയിം കൊണ്ടുവരണം എന്നുള്ളത്. അതേതായാലും നന്നായി. കാരണം റസ്മിൻ്റെയൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് പൊളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് ഓവറാക്കി കളയാതെ ജിൻഡോ നോക്കണം എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞതിൽ ഇത് ശരിയാണ്. കാരണം അർജുൻ പിടിച്ച് തള്ളുമ്പോഴത്തേക്കിനും അത് പ്രശ്നമില്ല. പക്ഷേ ഇപ്പം ഇത് അർജുൻ്റെ സ്ഥാനത്ത് ജിൻഡോ ആയിരുന്നെങ്കിൽ, ഗബ്രി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഗബ്രി ഇതാകെ പ്രശ്നമാക്കിയേനെ, വീട്ടുകാരും ഗബ്രിയുടെ കൂടെ നിന്നേനെ. ഇതിപ്പോൾ ജിൻഡോ ആയതുകൊണ്ട് ജസ്റ്റ് പരാതി കേൾക്കുന്നു എന്നല്ലാതെ അവരാരും സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ടില്ല. അങ്ങനെ അവിടെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് ജിൻഡോനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ബസർ അടിക്കുന്നുണ്ട്. അതിൽ നന്ദനയും ഋഷിയും സായിയും കൂടെ പോയിട്ട് നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നന്ദന ഇവരുടെ ഇടയ്ക്ക് മറ്റേ സ്മോക്കിംഗ് ഏരിയയിലാണല്ലോ നെസ്റ്റിൻ്റെ പാവേനെ ഒളിപ്പിച്ചിരുന്നത്. ഗബ്രീൻ്റെ അർജുൻ്റെ ഇടയ്ക്കൂടെ നന്ദന കയറിയിട്ട് ആ പാവേനെ കൊല്ലുന്നുണ്ട്. നന്ദന ഈ ഗെയിമിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആക്ച്വലി നന്ദനയാണ് ഈ ഗെയിം മൊത്തം തിരിച്ചത്. കാരണം ഡെന്നും ടണലും പവറും കൂടി ഇവരൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട് നെസ്റ്റിനെ ആക്രമിക്കാമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അവിടെ നന്ദനയാണ് അത് തെറ്റിച്ചിട്ട് പോയി ആദ്യം ഡെന്നിനെ അറ്റാക്ക് ചെയ്ത് അപ്സരയ്ക്ക് അത് പൊട്ടിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റൗണ്ടിൽ ബസർ അടിച്ച സമയത്ത് റസ്മിൻ നന്ദനനെ പിടിക്കുന്നു. സായി അഭിഷേകും കൂടെ അവിടെ ഫൈറ്റ് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി. അതിനിടയ്ക്ക് ശ്രീരേഖയും ഋഷിയും കൂടെ ഫൈറ്റ് ചെയ്ത് ഋഷി ശ്രീരേഖേൻ്റെ പാവേനെ പൊട്ടിച്ച് അങ്ങനെ പവർ ടീമിനെ മൂന്നാമത്തെ റൗണ്ടിൽ പുറത്താക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ നോറ അവരുടെ പാവേനെ എടുത്ത് പുറത്തേക്ക് ഓടി. അങ്ങനെ അവരുടെ പാവേനെ ആർക്കും കൊല്ലാൻ പറ്റിയില്ല. അങ്ങനെ ടണൽ ടീം ഈ ടാസ്കിൽ ജയിക്കുന്നു. ടണൽ ടീം ഫസ്റ്റ് വന്നതുകൊണ്ട് അവർക്ക് 3 പോയിൻറ്റ്. സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ പവർ ടീമാണ്, അവർക്ക് 2 പോയിൻറ്റ്. നെസ്റ്റിന് മൂന്നാമത് വന്നതുകൊണ്ട് 1 പോയിൻറ്റ് ഡെന്നിന്
സീറോ. അപ്പം പരാജയപ്പെട്ടവർ വിഷമിക്കണ്ട, നാളെയും ടാസ്കുകളുണ്ടെന്നൊക്കെ നമ്മുടെ ബിഗ് ബോസ് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവരെ. അത് കഴിഞ്ഞിട്ട് ശ്രീധുവിന് പവർ ടീം ശിക്ഷ കൊടുക്കുകയാണ്. പവർ ടീം പറഞ്ഞിട്ടും ഭക്ഷണം എടുത്ത് കഴിച്ചു. നെക്സ്റ്റ് ടീമിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ശരണ്യ കുറേ തവണ ഭക്ഷണം കൊടുക്കരുത്, പിന്നെ പവർ ടീമിൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ശ്രീധു കേട്ടില്ല. അതിന് ശ്രീധുവിന് ശിക്ഷ കൊടുക്കുകയാണ്. വൈകുന്നേരം ലൈറ്റ് അണയുന്നത് വരെ പവർ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പവർ ടീമിലുള്ള മെമ്പേഴ്സ് അകത്ത് കയറുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും സല്യൂട്ട് അടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ വീട്ടുകാരൊക്കെ എതിർത്തത് കൊണ്ട് ആ ശിക്ഷ മാറ്റിയിട്ട് ഒരു പ്രാവശ്യം സല്യൂട്ട് ചെയ്താൽ മതി എന്നുള്ളതാക്കി. അതിനുശേഷം ടണൽ ടീമിൽ ഗബ്രിയും നമ്മുടെ നന്ദനയും ആ ടീമിലുള്ള ഋഷിയൊക്കെ കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ഗബ്രി പറയാണ് ബാത്റൂം ഏരിയയിൽ അവിടെ ആ സൈഡിലുള്ള ആ മിററിൽ എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നന്ദന പറഞ്ഞാൽ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കിയിട്ട് പേടിച്ചിട്ട് തിരിച്ചു പോകുന്നെന്ന്. ഋഷി ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ഋഷി ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അത് കഴിഞ്ഞിട്ട് ജാസ്മിനുമായിട്ട് ഋഷി ബാത്റൂം ഏരിയയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ഋഷി പറയുന്നുണ്ട് ഇവന്മാർ കാരണം ഇപ്പം മിററിലൊന്നും നോക്കാനും പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ജാസ്മിൻ എടാ നീ പോവല്ലേ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഋഷീനെ പുറത്ത് നിർത്തിയിട്ട് ജാസ്മിൻ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. ബാത്റൂം തുറന്ന് ജാസ്മിൻ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞെട്ടുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഋഷി അത് വിശ്വസിച്ചു, ഈ ഗബ്രിയും നന്ദനയൊക്കെ പറഞ്ഞത്. എന്നിട്ട് പാകം പേടിച്ച് അവിടെ ഇങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അല്ലേ, പവർ ടീം പ്രേതത്തിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് എല്ലാവരും വന്ന് പേടിപ്പിക്കുന്നുണ്ടല്ലോ. ആ ഒരു പ്രൊമോയൊക്കെ കുറച്ച് മുമ്പ് വന്നിരുന്നല്ലോ. അത് ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് രാത്രിയിൽ മറ്റേ പട്ടാളത്തിലെ ഡിങ്കിരി ഡിങ്കിരി ആ പാട്ട് ഇടുന്നുണ്ട്. എല്ലാവരും വന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് ലൈറ്റൊക്കെ പതിയെ ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.